സോളാർ പ്ലാന്റിന് ഇൻഷുറൻസ് ആവശ്യമാണോ? ഈ ഒരു കാര്യം പറയുമ്പം അനേകം ആളുകളും ചിന്തിക്കുന്നത് സോളാർ പ്ലാന്റിന് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് ഭൂരിഭാഗം ആളുകൾ ചിന്തിച്ചേക്കാം. അതിന് കാരണം പാനലിന് 20-25 വർഷമോ വാറണ്ടി ലഭിക്കുന്നു. ഇൻവേർട്ടറിന് 5 വർഷമോ 10 വർഷത്തിലധികം വാറണ്ടി ലഭിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചില ക്ലോസുകളുണ്ട്. അതല്ലെങ്കിൽ AMC എടുക്കാം. അങ്ങനെ പല സാഹചര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് സോളാർ പ്ലാന്റിന് ഇൻഷുറൻസ് ആവശ്യമില്ല എന്ന് സാധാരണ ആൾ പറഞ്ഞേക്കാം. എന്നാൽ പാനലിൻ്റെ വാറണ്ടിയും അതുപോലെ ഇൻവേർട്ടറിൻ്റെ വാറണ്ടിയൊക്കെ ഏതെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് നമ്മൾ വാറണ്ടി കാർഡിൽ നോക്കിയാൽ ചില കാര്യങ്ങൾ വ്യക്തമാവും. പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന ഇടിമിന്നൽ, അതുപോലെ വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, ഇങ്ങനെയുള്ള സംഗതികൾക്ക് വാറണ്ടി കിട്ടില്ല എന്ന് അതിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് സോളാർ പ്ലാന്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എങ്ങനെ സംരക്ഷണം നേടാം എന്നുള്ള കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്. സോളാർ പ്ലാന്റിന് വേണ്ടി ജനറൽ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. സോളാർ പ്ലാന്റിനോടൊപ്പം വീട്ടിലെ ഉപകരണങ്ങൾക്ക് വേണ്ടിയും ഉൾപ്പെടെ ഒരു കമ്പൈൻഡ് പാക്കേജായിട്ട് ഇൻഷുറൻസ് ചില ബാങ്കുകൾ ലഭ്യമാക്കുന്നുണ്ട്. ആ ബാങ്കുകളുടെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടെ ഉണ്ട്. ചില ബാങ്കുകളൊക്കെ ആണെങ്കിൽ 10 വർഷം വരെ പഴക്കമുള്ള ഉപകരണങ്ങൾക്കാണ് കൊടുക്കുന്നത്. അതുപോലെ ചില ബാങ്കുകൾ വീട്ടിലെ ഉപകരണങ്ങൾക്കെല്ലാം കൂടെ ചിലതൊരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു വർഷത്തേക്ക് ഒരു ചെറിയ തുക പ്രീമിയം അടച്ചാൽ മതിയാവും. ഇതുപോലെ ജനറൽ ഇൻഷുറൻസ് കമ്പനികളും സോളാർ പ്ലാന്റിന് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ഇൻഷുറൻസ് കമ്പനികളുടെ വിശദാംശങ്ങൾ മുന്നമേ തന്നെ അറിയുന്നത് നല്ലതാണ്. അതായത് നമ്മൾ സോളാർ പ്ലാന്റ് ബില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കമ്പനികളുടെ നിയമങ്ങൾ അറിയുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞത് നമ്മളെ വീട്ടിലെ ഉപകരണങ്ങൾക്ക് മൊത്തമായിട്ടുള്ളൊരു കമ്പൈൻഡ് പാക്കേജാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവയുടെ എല്ലാം ഉടമയുടെ പേരൊന്നായിരിക്കണമെന്ന് ചില ബാങ്കുകളോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളോ പറയാറുണ്ട്. അപ്പം നമ്മൾ വീട്ടിലുള്ള ഉപകരണങ്ങൾ മറ്റൊരാളുടെ പേരിലും സോളാർ പ്ലാന്റ് വേറൊരാളുടെ പേരിലുമാണെങ്കിൽ അവയ്ക്ക് ഒന്നിച്ചുള്ളൊരു കമ്പൈൻഡ് പാക്കേജ് നമുക്ക് കിട്ടില്ല. നമുക്ക് കൂടുതലും ലാഭകരമായിരിക്കുന്നത് ഒരുപക്ഷെ ഈ കമ്പൈൻഡ് പാക്കേജ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ സോളാർ ബില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരുടെ പേരിൽ ബില്ല് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നല്ല സംഗതിയായിരിക്കും. മറ്റ് ഉപകരണങ്ങൾ വാങ്ങിയ ആളുടെ പേരിൽ തന്നെയായിരിക്കും അങ്ങനെ ചെയ്യുന്നെങ്കിൽ എല്ലാം കൂടെ ഒറ്റ പാക്കേജിൽ നമുക്ക് ലഭിക്കും. കേരളം ഇന്ന് ദുരന്തബാധിത സോണിലാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. വെള്ളപ്പൊക്കം, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം ഭൂമിക്ക് ഇന്ന് പനി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കടൽ തീരത്തിനടുത്തുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രശ്നമുണ്ട്. ഇനി അതുതന്നെയല്ല, എത്ര മെച്ചമായ മിന്നൽ രക്ഷാജാലകം ഘടിപ്പിച്ചാലും ഇടിമിന്നലിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം ലഭിക്കുമെന്ന് ഒരു കമ്പനിയും പറയുന്നില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സോളാർ പവർ പ്ലാന്റിന് ഇൻഷുറൻസ് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അതുപോലെ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ വീഡിയോകളും നൽകുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.